മോനെ മോനെ ഗൗതം, ഞാൻ നിന്റെ അമ്മയാടാ. എന്റെ മോനെ ഇത്. എന്റെ മോൻ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്നോട് അവന് പിണക്കുവാ മോളെ. ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എന്നോട് ഇവൻ വെറുപ്പ് കാണിക്കുക മോളെ. മോളെ നീയെങ്കിലും അവനോടൊന്ന് പറ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറ. മോനെ ഗൗതം, ഞാൻ നിന്റെ അമ്മയാടാ. ഐ ആം സോറി, കുഞ്ഞു മരിച്ചുപോയി. ചേച്ചി, നിങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല, ജീവനോട് തന്നെ ഉണ്ട്. ഇതാ ഇതാ നിങ്ങളുടെ കുഞ്ഞ്. വാങ്ങിക്ക് ചേച്ചി, വാങ്ങിക്ക്. നിങ്ങളെങ്കിലും ഒന്ന് പറ മോളെ. മേടാ മോനെ ഗൗതം, ഞാൻ നിന്റെ അമ്മയാടാ. കോൺസ്റ്റബിൾസ് മേഡം, മോനെ ഇവരെ കൂട്ടിക്കൊണ്ട് പോയേ. നിന്റെ അമ്മയാടാ. അമ്മയാ മോനെ. ഇങ്ങോട്ട് വന്നേ. ഇവൻ മനസ്സിലാവാ. ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എന്നെ വെറുത്തോണ്ടിരിക്കുക. മോനെ ഗൗതം, നിനക്ക് വേണ്ടിയാടാ ഈ അമ്മ കാത്തിരുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോ മോനെ, കൂട്ടിക്കൊണ്ടു പോ. നിന്റെ മോൻ വരാനൊന്നും പോകുന്നില്ല. ഇന്ന് നിങ്ങളെ കൊണ്ട് ശല്യമാണല്ലോ. നടക്ക് മോനെ ഗൗതം, ഇങ്ങോട്ട് അമ്മയെ നടക്ക്. വീട്ടിൽ കൊണ്ടുപോടാ മോനെ. സാവിത്രി അമ്മയ്ക്ക് വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്ത് എങ്ങനെയെങ്കിലും പരലോകത്ത് അയക്കാന്ന് വിചാരിച്ചപ്പോ എല്ലാ പ്ലാനും നശിപ്പിച്ചു. ആരാ മേഡം അവര്? അവരുടെ പേര് ജമുന ദേവി, അവരുടെ മകന്റെ പേര് ഗൗതം രാജു. അതുകൊണ്ടാ നിങ്ങളെ ഗൗതം എന്ന് വിളിച്ചത്. ഓ, അതാണോ? അവര് ചെയ്ത തെറ്റുകൊണ്ടാണ് അവരുടെ മകന്റെ ജീവൻ പോയെന്ന് അവര് വിശ്വസിക്കുന്നത്. ഇപ്പൊ ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പാവം, അവര് ചെയ്ത തെറ്റ് താങ്ങാനാവാതെ മകൻ നഷ്ടപ്പെട്ട വിഷമത്തിൽ ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുക. എന്റെ മകനെയും മരുമകളെയും കാണാൻ ശിവപാർവതിയെ പോലെയുണ്ട്. പാവല്ലേ ചേച്ചി? അതെ ദുർഗെ, എല്ലാവരുടെയും ജീവിതം ഒരുപോലെ ആയിരിക്കില്ല. വിസിറ്റിംഗ് അവേഴ്സ് കഴിഞ്ഞുപോയി. ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങാം. ആരോഗ്യം ശ്രദ്ധിക്കണേ അമ്മേ. അതൊന്നും വേണ്ട, ഞാൻ എടുത്തോളാം. നിങ്ങൾ പൊയ്ക്കോളൂ. വാ. ശരി മാഡം. കോൺസ്റ്റബിൾസ്, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തേ. ജയിൽ എങ്ങനെയുണ്ടായിരുന്നു? ഓ, എന്ത് നന്നായിരുന്നോ. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും കുറ്റവാളികളും എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു ചേച്ചി. ജയിലിൽ എങ്ങനെ നല്ല ആൾക്കാരുണ്ടാവും? നിങ്ങൾ ജയില് കാണാൻ പോയത് കൊണ്ട് രാവിലെ പോയി വൈകുന്നേരം വന്നു. യഥാർത്ഥ കുറ്റവാളികളെ കാണാൻ അവിടെ ആരും തന്നെ ചെല്ലാറില്ല. അവിടെയുള്ളവർ എന്ത് തെറ്റ് ചെയ്തതാണെങ്കിലും ശരി, ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിച്ച് അവിടെ തന്നെ കിടക്കണം. അങ്ങനെ പറയരുത് ഗൗരി. തെറ്റ് ചെയ്യുന്നവർ മാത്രമല്ല അവിടെ ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ പേർക്കും അവരുടേതായ കഥയുണ്ടെന്ന് മനസ്സിലാവും. പകയും പ്രതികാരവും ചെയ്ത കുറെ കുറ്റവാളികൾ അവിടെയുണ്ട്. പെട്ടെന്നുള്ള ആവശ്യത്തിൽ കൊല ചെയ്തവരും ഉണ്ട്. മനസ്സിലൊരു മോശം കാര്യവും തോന്നാതെ പെട്ടെന്നെന്തോ സംഭവിച്ച് ശിക്ഷ അനുഭവിക്കുന്നവരും ഉണ്ട്. കൂടാതെ ഒരു തെറ്റും ചെയ്യാത്തവരും ഉണ്ട്. അങ്ങനെ എത്ര പേരാ അവിടെയുള്ളത്?
ഏട്ടൻ എന്താ ആലോചിക്കുന്നേ? അമ്മ എന്നെ ജയിലിൽ വെച്ച് എൻ്റെ പേര് വിളിച്ചു. നമ്മുടെ അമ്മ ആ ജയിലിലുണ്ടെന്നോ? അമ്മ എന്താ ഏട്ടാ ജയിലില്? ഏട്ടൻ എന്താ ഇതെന്നോട് മുന്നേ പറയാതിരുന്നേ? നിങ്ങൾ വെറുതെ ഇങ്ങനെ പേടിക്കണ്ട. അമ്മ എന്ന് ഉദ്ദേശിച്ചത് സാവിത്രി അമ്മയല്ല, ജമുനാദേവിയാ. അതാരാ? ഒരമ്മയാ. അവർക്ക് മകനെ നഷ്ടപ്പെട്ടതാ. അതിന് കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷെ അവര് കാരണം മകൻ മരിച്ചെന്ന് കരുതി ഭ്രാന്തായിപ്പോയി. ശരിക്കുള്ള തെളിവുകളും സാക്ഷികളും ഒന്നും കിട്ടിയില്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാ അവരവിടെ ഉള്ളത്. ഗൗതം എന്ന് പറഞ്ഞു വിളിച്ചപ്പോ ഞാൻ നമ്മുടെ അമ്മയെ ഓർത്തുപോയി മക്കളെ. ഏട്ടാ, അവരുടെ മകന്റെ പേരും ഗൗതം എന്നായതുകൊണ്ടാ അവരേട്ടനെ അങ്ങനെ വിളിച്ചത്. അതെന്തിനാ ആലോചിക്കുന്നേ? അമ്മ ജീവനോടെ തന്നെ എവിടെയോ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. അമ്മ എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെളിവ് പോലും എൻ്റെ കയ്യിലില്ല. അവിടെ ആ ജയിലിൽ വെച്ച് ഗൗതം എന്ന് ആ അമ്മ വിളിച്ചു കേട്ടപ്പോൾ അമ്മ അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ അമ്മ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അമ്മ അവിടെ എങ്ങനെ വരാനാ? തെറ്റ് ചെയ്യുന്നവരെ ജയിലിലേക്ക് അയക്കണമെന്ന് വിചാരിക്കുന്ന ആളാ നമ്മുടെ അമ്മ. അങ്ങനെയുള്ള അമ്മ ഒരു കാരണവശാലും ജയിലിലുണ്ടാവാൻ സാധ്യതയില്ല ഏട്ടാ. ആർക്കെന്ത് പ്രശ്നം വന്നാലും സഹായത്തിന് അമ്മയുണ്ടാവും. ജീവനോടെ ഉണ്ടെങ്കിലും നമ്മളെ എല്ലാവരെയും കാണാൻ അമ്മ വന്നില്ല എന്നുണ്ടെങ്കിൽ ഏതോ ഒരു പ്രശ്നത്തിൽ നമ്മുടെ അമ്മ അകപ്പെട്ട് കാണുമെന്ന അർത്ഥം. സാവിത്രി അമ്മ ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും, അതോ ഇനി നമുക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങോട്ട് വരാതിരിക്കുന്നെങ്കിലും അതിനൊക്കെ ഉറപ്പായിട്ടൊരു കാരണം ഉണ്ടാവും ഏട്ടാ. ആ കാരണം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. എന്നാലേ അമ്മായി എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇത്രയും നാളും അമ്മയെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് ആഗ്രഹിച്ചു. ഇപ്പോ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചു പോവുക. അമ്മയെ കാണണം. ഞങ്ങളെല്ലാവരും അമ്മയെ കാണാനായിട്ട് ആഗ്രഹിച്ചുവിടെ ഇരിക്കുവാണ്. പക്ഷെ അമ്മ എന്താ വരാത്തത്? ഏട്ടൻ പ്രമാണിയാവാൻ വേണ്ടി ഈ നാട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഏട്ടൻ ഇവിടുത്തെ പ്രമാണിയാകണം. എന്നാൽ ഉറപ്പായും സാവിത്രി അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും. എന്തായി ദേവാ, ജയിൽ എങ്ങനെയുണ്ടായിരുന്നു? സൂം പാർക്കൊക്കെ പോലെ വളരെ നന്നായിരുന്നു. കുറ്റവാളികളെല്ലാം ഒരുപാട് വർഷമായി തടവിൽ കിടക്കുന്ന മൃഗങ്ങളെ പോലെ ഉണ്ടായിരുന്നു. നിന്നെ ജയിലിലേക്ക് അയച്ചപ്പോ സാവിത്രിയുടെ മരണവാർത്തയുമായി വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീ സൂവിലുള്ള മൃഗങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. സത്യം പുറത്തു പറയാൻ പാടില്ല, അല്ലെങ്കിൽ നിന്റെ മക്കളെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കുമെന്നും പറഞ്ഞ് അച്ഛൻ അന്നിട്ട ഒരൊറ്റ കണ്ടീഷൻ കാരണ ഇത്ര നാളായിട്ട് വാ തുറക്കാത്തത്.
ശരിക്കും ആ സാവിത്രി അമ്മ ഒരു മിണ്ടാപ്രാണി തന്നെയാ. അവൾ പുറത്തിറങ്ങി വരുന്നതുവരേ ഉള്ളൂ മിണ്ടാപ്രാണിയെ പോലെ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു വന്നാൽ അവൾ ഭദ്രകാളിയായി മാറി എന്നെ കുഴിച്ചു മൂടും. ഞാനൊരു കൈ നോക്കിയതാ അച്ഛാ, പക്ഷെ മിസ്സായി പോയി. സാവിത്രി പുറത്തു വന്നു കഴിഞ്ഞാൽ അവൾ ആദ്യം കൊല്ലുന്നത് എന്നെയായിരിക്കും മോനെ. അച്ഛനെന്തിനെങ്ങനെ പേടിക്കുന്നേ? ഇത്രയും നാളും ആ സാവിത്രി അമ്മ ശങ്കറിന്റെ കൂടെ ഒളിച്ചോടി പോയെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അത് വച്ചാണ് നമ്മൾ ഗൗതമിനെ ഇത്രയും കാലം വേദനിപ്പിച്ചത്. പക്ഷെ സത്യാരും അറിഞ്ഞില്ലല്ലോ. പിന്നെന്താ അച്ഛാ? ഇപ്പൊ കോമ സ്റ്റേജിൽ നിന്ന് ഓട്ടോ ശങ്കർ പുറത്തു വന്നിട്ടുണ്ട്. ഓട്ടോ ശങ്കർ വന്ന സ്ഥിതിക്ക് സാവിത്രി എവിടെയാണ് ഉള്ളതെന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. ഗൗതം ശിവാനിയുമായി ചേർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവന്റെ അമ്മ ജയിലിലാണെന്ന കാര്യം അവൻ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്റെ മരണവാർത്തയായിരിക്കും നാട് മുഴുവൻ അറിയാൻ പോകുന്നത്. പക്ഷെ അവര് ജയിലിലാണെന്നുള്ള കാര്യം അച്ഛനും എനിക്കും മുത്തശ്ശിക്കും അല്ലാതെ ശങ്കറിന് പോലും അറിയില്ലല്ലോ അച്ഛാ. അത് അഗ്നിയെപ്പോലൊരു സത്യമാണ്. അത് അണഞ്ഞു പോയാലും അതിൻ്റെ പുക വന്നുകൊണ്ടേയിരിക്കും. 20 വർഷമായി എന്നോടുള്ള പകയും കൊണ്ട് ജീവിക്കുന്ന സാവിത്രി ഇപ്പോൾ പുറത്തു വന്നാൽ ജീവിക്കാൻ അര സെക്കൻഡ് പോലും എനിക്ക് സമയം തരില്ല. ആ സത്യം ഒരിക്കലും പുറത്ത് വരില്ല അച്ഛാ. ഓട്ടോ ശങ്കരൻ വന്നതുകൊണ്ട് സാവിത്രി അമ്മ എവിടെയോ ജീവൻ വെടിഞ്ഞെന്ന് ജനങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ മാറ്റിക്കോളാം അച്ഛാ. പക്ഷേ ഗൗതമിന്റെ ആൾക്കാർ മാത്രം സാവിത്രി ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പ്രതീക്ഷയോടെ ഇരിക്കുക. എന്നാൽ ദുർഗ അവളുടെ അമ്മ ആ ജയിലിലുണ്ടെന്ന് പറഞ്ഞ് ഗൗതമിനെ കൂട്ടിക്കൊണ്ടുപോയാൽ എന്റെ കാര്യത്തിലൊരു തീരുമാനമാകും. പക്ഷെ ഇന്ന് ഗൗതം അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ആ സാവിത്രി അമ്മ ഇന്ന് തന്നെ മരിക്കുമായിരുന്നു. അവൻ അറിയാതെ തന്നെ അവന്റെ അമ്മയെ രക്ഷിച്ചു. അവന്റെ അമ്മ അവന് കൊടുത്ത ജന്മം അർത്ഥമുള്ളതാക്കി മാറ്റി. എത്ര ചിലവ് വന്നാലും പ്രശ്നമില്ല മോനെ. സാവിത്രിയെ ജയിലിനകത്തിട്ട് തീർത്തേക്ക്. പോലീസ് ഓഫീസറായ എൻ്റെ മകൻ എന്നെ രക്ഷിച്ചു എന്ന് ഞാൻ അഭിമാനിക്കും. നിന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടാകും. കമോൺ ചേച്ചി, ചേച്ചി കമോൺ ചേച്ചി. പഞ്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം. ബാഗ് പിടിക്കുന്ന എന്റെ കൈ വേദനിക്കണമെങ്കിൽ പവറായിട്ടുള്ള ചേച്ചിയുടെ പഞ്ച് ആർക്ക് താങ്ങാൻ പറ്റും? നാളെ ചേച്ചിയോട് മത്സരിക്കാൻ വരുന്ന ഓരോ ബോക്സേഴ്സും ഈ പ്രൊഫഷൻ വിട്ട് തന്നെ ഓടിപ്പോയിക്കോണം. ഇവളിങ്ങനെ മത്സരത്തിലൊക്കെ ജയിച്ചുകൊണ്ടിരുന്നാലേ നമ്മളൊക്കെ ഇവിടെ മുഖത്ത് കരിയും തേച്ചിരിക്കണമെന്നാണ് പറയുന്നത്. കരിയൊക്കെ നമ്മൾ എന്തിനു വേസ്റ്റ് ചെയ്യണം മുത്തശ്ശി? നിനക്ക് അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട് വീരരാജു. ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ. ഒരു പണിയും ചെയ്യാത്ത മുത്തശ്ശി എന്തെങ്കിലും ചെയ്യുന്നവരെ പോലും വെറുതെ വിടുന്നില്ല. കരിയും തേച്ചൊരു മൂലയിൽ ഇരിക്കേണ്ടതിന് പകരം ഇതിൽ ഇടപെടാതിരിക്കുന്ന നല്ലതെന്ന് ഞാൻ പറയായിരുന്നു. ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് നീ മുത്തശ്ശിയെ പഠിപ്പിക്കുവാണോ? ചിലർക്ക് പ്രായം കൂടിയാലും ബുദ്ധി വളരില്ല അമ്മാവ. അങ്ങനെയുള്ളപ്പോ ഒരു നല്ല വാക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? എന്ന് വെച്ചാൽ എന്റെ അമ്മയ്ക്ക് വിവരമില്ലെന്നാണോ പറയുന്നത്? ഏട്ടൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കുന്നേ. ശ്രീദേവി, പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം ഡെയിലി ഓരോ ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചാ ശരീരത്തിൽ നന്നായിട്ട് രക്തം ഉണ്ടാവും. നീ ഡെയിലി ഇത് കുടിക്കണം കേട്ടോ. അതെ അമ്മേ, പക്ഷെ മത്സരത്തിന് പോകുമ്പോ രക്തം കുടിക്കുന്ന രാക്ഷസന്മാർ ഇവിടെ ഉണ്ട്. നീ ആരെക്കുറിച്ചാ സംസാരിക്കുന്നത് വീരരാജു? അയ്യോ, ഞാൻ മുത്തശ്ശിയെ പറ്റി പറഞ്ഞൊന്നുമല്ല. മത്സരത്തിന് ഇറങ്ങുമ്പോൾ ചില സമയത്ത് മുറി ഏറ്റേക്കാം. അതിൽ രക്തം കൂടി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും മത്സരത്തിന് പോയേ പറ്റുന്നുള്ള വാശിയില്ല നിന്റെ ഏട്ടത്തി. അതിന് നീയും സപ്പോർട്ട് ചെയ്യുന്നു, അമ്മയും സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ എന്തായാലും അവളുടെ ലക്ഷ്യം നിറവേറ്റാൻ സമ്മതിക്കുന്നില്ലല്ലോ ദേവ. പക്ഷേ ഈ വീരരാജു എങ്കിലും ഏട്ടത്തിയുടെ ലക്ഷ്യം നിറവേറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ എന്താ, ശ്രീദേവി സ്റ്റേറ്റ് ലെവലിൽ തന്നെ മത്സരിക്കണമെന്നാണോ? വിജയിച്ചാൽ എന്ത് കിട്ടും? അതിൽ ജ്യൂസ് ഒഴിച്ച് കഴിക്കാൻ പോലും പറ്റില്ല. എന്തിനാ, എനിക്കതിൽ മദ്യപിക്കാനും കഴിയില്ല. അത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? മത്സരത്തെ ജയിച്ചാ ഇവൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുവേട്ടാ. അതെ അമ്മാവ, സ്റ്റേറ്റ് ലെവലിൽ ഫൈനലിൽ ജയിക്കുകയാണെങ്കിൽ ഉറപ്പായും സ്പോർട്സ് കോട്ടയിൽ നല്ലൊരു ജോലി കിട്ടും. നീ ഇങ്ങനെ ജോലി ചെയ്തിട്ട് ഇവിടെ ആരെ പോറ്റാൻ വേണ്ടിയാണ്?
നിന്റെ ഭർത്താവിനെയോ അതോ നിന്റെ അമ്മായിയെയോ? നിന്റെ അമ്മായിയുടെ തുണിയും ആഹാരവും ഒക്കെ നിന്റെ അമ്മാവൻ നോക്കിക്കൊള്ളും. ഭരതരാജിന്റെ മകൻ, അതായത് നിന്റെ ഭർത്താവ്, അവനാണെങ്കിൽ പോലീസ് ഓഫീസറാ. നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കുടുംബം നോക്കാതെ ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് മുത്തശ്ശി. എന്താവശ്യമോ ദേവാ? ശ്രീദേവിയുടെ സംശയം എന്താണെന്ന് അറിയോ അച്ഛാ? ഞാൻ ലക്ഷ്മിയുടെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി താലിയും കൊണ്ട് നടക്കുവാണെന്ന്. സമയം നല്ലതായതുകൊണ്ട് മിസ്സായി പോയി. പ്രതീക്ഷിക്കാത്ത വിധത്തിൽ താലി കെട്ടി ഞാനിവളെ എന്റെ ഭാര്യയാക്കിയിരുന്നു. ഇനി ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇവൾ ഒറ്റപ്പെട്ടു പോകുന്ന പേടിച്ചാണ് ഇങ്ങനെ കിടന്ന് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. എന്താ ശരിയല്ലേ ശ്രീദേവി? നീ ഇങ്ങനെ മണ്ണ് ചാക്കിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയല്ലേ ശ്രീദേവി? എന്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് കുറച്ചു നാള് എന്റെ ഏട്ടന്റെ കണ്ണിൽ പെടാതെ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടു നിങ്ങൾ. എന്റെ ചേച്ചിയുടെ കാര്യത്തിൽ തലയിട്ടാലേ ജീവനോട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആദ്യമായി നീ താലി കെട്ടിയത് ശ്രീദേവിയുടെ കഴുത്തിലായതുകൊണ്ട് ഗൗതം നിന്നോട് ക്ഷമിച്ചതാണ് മോനെ. ഇനി ലക്ഷ്മിയുടെ കഴുത്തിലും കൂടി നീ താലി കെട്ടുമെന്നെങ്ങാനും കേട്ടാൽ നിന്റെ കഴുത്തിൽ പിന്നെ തലയുണ്ടാവില്ല. എതിരാളിയെ പുകഴ്ത്തിയിട്ട് സ്വന്തം മകനെ എതിർത്താലുണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും സംഭവിക്കുക ഗീതേ. ഓൾറെഡി ഒരു സഹോദരിയെ തന്നതുകൊണ്ട് ഈ വീട് നന്നായിരിക്കണം ഗൗതമേട്ടൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മറ്റൊരു സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിച്ചാലേ ആർക്കായാലും ദേഷ്യമൊക്കെ ഉണ്ടാവും അച്ഛാ. സ്വന്തം ഭാര്യയോട് മറ്റൊരു പെണ്ണിനെ പറ്റി, അതും സ്വന്തം ചേച്ചിയെ പറ്റി പറഞ്ഞാലേ കൊല്ലാനുള്ള അത്ര ദേഷ്യം വരും എനിക്ക്. നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല ശ്രീദേവി. നിനക്ക് ഈ പ്രാക്ടീസിന്റെ പോലും ആവശ്യമില്ല. ഈ ബോക്സിംഗ് ഒക്കെ നിർത്തിയിട്ട് തുണി കഴുകുന്നതും പാത്രം കഴുകുന്നതൊക്കെ ചെയ്യാൻ നോക്ക്. ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു കുടുംബിനിയായി ജീവിച്ച് കാണിച്ചതാ. ദേവൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ നിന്റെ അമ്മായിയെ പോലെ നിനക്ക് കുറച്ചു നാൾ ഇവിടെ താമസിക്കാം. ഇല്ലെങ്കിൽ എല്ലാം വാരിക്കെട്ടിക്കൊണ്ട് ഇവിടുന്ന് പോകേണ്ടി വരും. ഏയ്, അവൻ വായ കൊണ്ട് സംസാരിച്ചതേ ഉള്ളൂ. നീ ബോക്സിംഗ് മത്സരത്തിന് പോയിന്ന് വെച്ചോ, അവരാരും വന്ന് നിന്റെ മുഖത്ത് കുത്താൻ നോക്കില്ല ശ്രീദേവി. നിന്റെ മുഖം ചിതറിപ്പോകുന്നത് പോലെ ഞാൻ തന്നെ മുഖത്ത് കുത്തും. നീ എന്താ വിചാരിച്ചത്? അവര് പറയുന്നൊന്നും കേൾക്കണ്ട ഏട്ടത്തി. ഈ പറയുന്നതൊക്കെ അവരുടെ ശീലമല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും വീരരാജു. പക്ഷെ ആ വൃത്തികെട്ടവൻ പാവം എന്റെ ചേച്ചിയെ പറ്റി തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. എനിക്കിത് കേട്ടു നിൽക്കാൻ വയ്യ. ഇതവരുടെ ശീലമാണെന്ന് വീരരാജു പറഞ്ഞില്ലേ? അവരെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കാതിരിക്കും ശ്രീദേവി. നീ ഈ ജ്യൂസ് കുടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങ്. നന്നായി പ്രാക്ടീസ് ചെയ്യ്. മകന്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം.
എന്ത് പറ്റി ചേട്ടാ? എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നല്ലോ. എടി ശ്രീദേവി, നീയല്ലേ എന്നെ പിടിച്ചത്?